ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാവിന്റെ പ്രവചനം 58 അധ്യായം 7 വാക്യം വായിക്കും. വിശപ്പുള്ളവനുമായി നിന്റെ അപ്പം പങ്കുവയ്ക്കുന്നതും പാർപ്പിടമില്ലാത്ത ദരിദ്രനെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? പ്രിയമുള്ളവരെ, മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ ആർദ്രത ഉണർത്തുവാൻ ഭക്ഷണം വിടിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാചീന കാലം മുതൽ പല മതങ്ങളുടെയും പതിവായിരുന്നു. ബാബിലോണിയൻ പ്രവാസകാലത്ത് ഇസ്രായേൽ മക്കൾ വർഷം തോറും 4 ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. അവരുടെ ഉപവാസ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ, ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നതെന്ത്, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത് എന്ന് അവർ യഹോവയോട് ചോദിച്ചു. യെശയ്യാവ് 58:3. അതിന് ദൈവം നൽകിയ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന മറുപടി ഉപവാസികളെന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തർക്കും മാർഗദീപമാകണം. നാം ഭക്ഷണം വിടിഞ്ഞ് വിശപ്പോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാതെ വിശന്നു പൊരിയുന്ന സഹോദരങ്ങൾക്ക് നമ്മുടെ കഴിവുകൾക്കൊത്തവണ്ണം സഹായമെത്തിക്കുവാൻ തീരുമാനിക്കണം. ദാരിദ്ര്യത്തിലും നിസ്സഹായതയിലും വലയുന്ന സഹോദരങ്ങൾക്ക് നമ്മുടെ വാതിൽ അടച്ചു കളയരുത്. നമ്മുടെ മേൽ കാരുണ്യം ചൊരിയുവാൻ നീതിമാനായ ദൈവത്തോട് നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗീയ കാരുണ്യത്തിന്റെ ശ്രീഭണ്ഡാരം നമുക്കായി തുറക്കണമെങ്കിൽ നാം നമ്മേക്കാൾ ഹതഭാഗ്യരായവരുടെ മേൽ കാരുണ്യം ചൊരിയണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ പോലുമില്ലാതെ വലയുന്ന സഹോദരങ്ങളെ സഹായിക്കാതെ ദൈവത്തിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസത്തിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് ദൈവം അരുളി ചെയ്യുന്നു. സഹോദരാ സഹോദരി, അന്നവസ്ത്രാദികൾക്കു വേണ്ടിയും അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും നീ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെക്കുറിച്ച്, മാറിയുടുക്കുവാൻ ഒരു തുണ്ട് തുണിയില്ലാതെ സങ്കടപ്പെടുന്നവരെക്കുറിച്ച്, ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കുവാൻ മാർഗമില്ലാത്തവരെക്കുറിച്ച് നിനക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരുടെ മേൽ നിനക്ക് കാരുണ്യം ചൊരിയുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് നിന്റെ മേലും കാരുണ്യം ചൊരിയുവാൻ കഴിയുകയില്ലെന്ന് നീ ഓർക്കുമോ? നിത്യസ്നേഹത്താൽ സാക്ഷിയാകും.